പനാമ കനാലിലൂടെ അമേരിക്കയുടെ സൈനിക വാണിജ്യ കപ്പൽ സൗജന്യമായി കടത്തിവിടണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പനാമ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല എന്ന് അവരതിന് മറുപടി നൽകി. ട്രംപ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 1914 അമേരിക്കയാണ് കനാൽ ഉണ്ടാക്കുന്നത്. 1999 പനാമക്ക് അത് കൈമാറുകയാണ് ചെയ്തത്. അതൊരു കരാർ വ്യവസ്ഥയുടെ പ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. 38,000-ഓളം അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ കനാൽ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മരണം വരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ രക്തം കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയുടെ അവകാശങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കൈവശത്താണ്, അല്ലെങ്കിൽ തങ്ങൾ അത് പിടിച്ചെടുക്കുമെന്ന തരത്തിലുള്ള ഒരു ഭീഷണിയൊക്കെ അതിന് മുൻപ് നടന്നിരുന്നു. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പനാമ അതിന് മറുപടി നൽകുകയും ചെയ്തു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ചൈനയാണ് പനാമ ഈ കനാലിനെ ഇപ്പം നിയന്ത്രിക്കുന്നത് എന്നാണ് അമേരിക്കയെ സംബന്ധിച്ചവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞിരിക്കുന്ന അറ്റ്ലാന്റിക് പസഫിക് സമുദ്രത്തിലെ കനാലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ അവർ ഈ കപ്പലിനൊക്കെ പണം വാങ്ങുന്ന സമയത്ത് ഓരോരോ വർഷവും വലിയ ഭീമമായിരിക്കുന്ന സംഖ്യ കൊടുക്കേണ്ട ഒരു സാഹചര്യം അമേരിക്കക്ക് ഉണ്ടാകുന്നുണ്ട്. അതൊരിക്കലും ഞങ്ങൾ നൽകാൻ തയ്യാറല്ല. ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി മാർക്കോ റൂബിയോ തങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് അമേരിക്ക പറയുന്നത്.